ചോദ്യം, ലീച്ചിങ് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരം, ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം, ചാലിയാർ നദി ഉദ്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്ന്? ഉത്തരം, ഇളമ്പലേരി കുന്നുകൾ. ചോദ്യം, തെന്മല ഡാം അഥവാ പരപ്പാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം, കല്ലടയാർ. ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഉത്തരം, അങ്ങിണ്ടമുടി. ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം, ശെന്തുരുണി. ചോദ്യം, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത്? ഉത്തരം, പീച്ചിവാഴാനി. ചോദ്യം, കോഴിക്കോട് ജില്ലയിൽ 2010 രൂപീകൃതമായ കേരളത്തിലെ 16ാമത് വന്യജീവി സങ്കേതമേത്? ഉത്തരം, മലബാർ വന്യജീവി സങ്കേതം. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നതെവിടെ? ഉത്തരം, പുറ്റടി. ചോദ്യം, പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വിള ഏത്? ഉത്തരം, കശുവണ്ടി. ചോദ്യം, യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമേത്? ഉത്തരം, കുരുമുളക്. ഹ്യൂമസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതും നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകവുമായ മണ്ണേത്? ഉത്തരം, പർവ്വതമണ്ണ്. ചോദ്യം, ഹിമാലയ പർവ്വതനിരകളുടെ ശരാശരി ഉയരമെത്ര? ഉത്തരം, 6100 മീറ്റർ. ചോദ്യം, ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി സംഗമ സ്ഥാനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചുരമേത്? ഉത്തരം, ദിഫു ചുരം. ചോദ്യം, അസമിൻ്റെ ദുഃഖം അഥവാ സോറോ ഓഫ് അസം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം, ബ്രഹ്മപുത്ര. ചോദ്യം, കശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം അഥവാ ജീവൽ ഇൻ ദ ക്രൗൺ ഓഫ് കശ്മീർ എന്നറിയപ്പെടുന്ന തടാകമേത്? ഉത്തരം, ദാൽ തടാകം. ചോദ്യം, ഇന്ത്യയുടെ ധാതു നിക്ഷേപത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമേത്? ഉത്തരം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമായ ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം, ഗുജറാത്തിൽ.